ഹലോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് യുദ്ധങ്ങളും ഞാൻ ക്ലാസ്സിൽ പോണതും എൻ്റെ ആദമിനെ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്നതും എല്ലാ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസ് കുക്കറിലാണ് രാവിലെ എണീറ്റപ്പോൾ തന്നെ റൈസ് കുക്കറിൽ ചോറിടും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഊറ്റി വെക്കാൻ എളുപ്പത്തിന് അത് വേഗം കഴിയും. അപ്പോൾ പിന്നെ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ പരിപാടി. പിന്നെ ബാബില്ല കേട്ടോ, ബാബി വാടാനപ്പള്ളി പോയിക്കാണ്. ആമിമോൻ കോഴ്സിലും നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാബി അവിടേക്ക് പോയിക്കാണ്. അപ്പോൾ ഞാനിന്ന് ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ആദ്യമേ ഒരു 10-100 പ്രാവശ്യത്തിൻ്റെ ഇടയിൽ ഞാൻ പോയി വിളിക്കണം ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ. ആ എണീപ്പിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ എല്ലാ ബേബി എണീക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അവനക്ക് കരാട്ടെ ക്ലാസ്സുള്ള ദിവസമുണ്ട്. അവനക്ക് വീക്ക്ലി 1 ഡേ അവനക്ക് കരാട്ടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അവനക്ക് കരാട്ടേക്ക് കവറിലാക്കിയിട്ട് നമ്മൾ ബാഗിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടയാണ് കേട്ടോ. പിന്നെ ആദ്യമേ ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞ കാരണം അവനക്ക് ഇതേ മാഗി മതി എന്ന് പറഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് ഇതേ മുന്തിരി കഴുകിയിട്ട് മുന്തിരി വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലോട്ട് ചോറും സോയാബീനും പൊരിച്ചതാണ് കേട്ടോ ആദ്യമേ നിന്ന്. പിന്നെ ഞാൻ എന്താ പറയുക, രാവിലെ ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഇപ്പം എൻ്റെ ഫുഡ്. ഞാൻ എന്താ സോയാബീൻ കുറച്ച് പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ 2 മുട്ടയും അതുപോലെ ഒരു ചപ്പാത്തിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കള്ളനുണ്ട് കേട്ടോ. എൻ്റെ സോയാബീനൊക്കെ എടുത്ത് കഴിക്കേണ്ടത് ഇവനാണ്. ഇവനക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീനും ചിക്കൻ പൊരിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അങ്ങനെ പിന്നെ എനിക്ക് മുട്ട ഇങ്ങനെ വെറുതെ കഴിക്കുന്നത് ഇഷ്ടമില്ല. അതിന് വല്ല മസാല വല്ല കുരുമുളക് പൊടി ഒപ്പം എന്തെങ്കിലുമൊക്കെ വിതറിയിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്നത്തേനേക്കാളും 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇന്ന് നല്ല ലേറ്റായി. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഓടണത് കേട്ടോ. നല്ല നേരം വൈകി. പിന്നെ എന്നെ കാണാണ്ട് വേണം എനിക്ക് വീട്ടിലൊന്ന് ഇറങ്ങാൻ. കാരണം അവളിപ്പോഴും എന്നെ കണ്ടാൽ കരയും. അത് ഉമ്മ എടുത്തു കഴിഞ്ഞാൽ മാറും. എന്നാലും ഞാൻ പോകുമ്പോൾ ഒരു ചടങ്ങാണ്. എൻ്റെ മോള് കരയും കേട്ടോ. ഉമ്മ ഒന്ന് എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ അവൾ എന്നെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ നമുക്കിത് കയറുമ്പോഴത്തേനും ബസ്സും കിട്ടിയിട്ട് നല്ല ലേറ്റായി. കാരണം ക്ലാസ്സിന് മാത്രമല്ല, ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആദ്യം ഇറങ്ങിയ ഒപ്പം തന്നെ ഞാനും ഇറങ്ങും കേട്ടോ. കാരണം നമുക്ക് ജിമ്മിലും പോകണ കാരണം തന്നെ. അപ്പോൾ നമ്മൾ ജിമ്മിന് പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി. പിന്നെ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലുള്ള വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പോണ സമയത്ത് മേടിക്കണം. ബാഗിൽ അത്യാവശ്യം സാധനങ്ങൾ വേറെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊന്നും മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ വെള്ളം മേടിച്ച് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ കുറേ അങ്ങനെ ക്ലാസ്സിലത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ആ ഒരു ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഇന്ന് എന്തായാലും നല്ല വിശപ്പ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സമുദ്രത്തിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടെ ബാറിലോട്ടല്ല, റെസ്റ്റോറൻറ്റിലോട്ടിലാണ് പോയത്. അവിടെ പോയിട്ട് നമ്മൾ നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ് കയറി വീട്ടിലോട്ട് വന്നപ്പോഴുള്ളതാണ് എൻ്റെ മോൾ ആരാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓടി വരിക. ആരാന്ന് വെച്ചല്ലോ, മുച്ചാന്ന് മനസ്സിലായാ? ബാഗിലെന്തുട്ടാ എടുക്കാനും കൂടി കൂട്ടാക്കാണ്ട് ബാഗാലോ തപ്പണ്. പെൻസില് മുച്ചിരെ മതി എടുത്തേക്കാലൊന്നും ഇല്ല. ഒന്നുമില്ല. ഒന്നുമില്ലടി. ഉമ്മച്ചിരി പൈസ ഉണ്ടായിരുന്നില്ല മേടിക്കാന്. ബാഗ് തപ്പാസ് ചെയ്യണ എന്തെങ്കിലും ഉണ്ടാവും വെച്ചിട്ട്. അതിലൊന്നുമില്ല പൊന്നാ. ഞാൻ വന്നപ്പോ എന്റെ ബാഗ് തപ്പി വെക്കണ എന്തേലും ഉണ്ടാവും. ഇത് പെൻസില്. ഓ ഉമ്മച്ചിയുടെ പെൻസില്. എന്തല്ലത്? ഉമ്മച്ചി ലിപ്സ്റ്റിക്ക്. വായിലാക്കല്ലേ ചുണ്ടുമ്മ. മതി. മതി. പിന്നെ എടുത്താ എന്നെ എങ്ങനെ ആക്ക ചുണ്ട് നോക്കട്ടെ. എങ്ങനെ ചുണ്ടാക്ക? എങ്ങനെ? ഓ സൂപ്പർ. നല്ലതുണ്ട്. ഇനിയൊന്നുമില്ല. ഇനി ബാഗ് എടുത്തേക്ക് വെച്ച് വെച്ചു. വന്നാളുള്ളതാണ് ഈ തപ്പല്. അതെന്നുണ്ടായിരുന്നില്ലേ. അപ്പം ഇന്നലെയും മിഞ്ഞാന്നും 2 ദിവസമായിട്ട് അവളെ ഒരു ദിവസം അവളെ കൊണ്ടുപോയി. പിന്നെ ഒരു ദിവസം അവൾക്ക് സാധനം മേടിച്ചു കൊണ്ട് കൊടുത്തു സർപ്രൈസായിട്ട്. അതാണ് പിന്നെ തപ്പൽ തുടങ്ങിയത്. സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇനിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആദ്യം സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമിൻ്റെ കരാട്ട ചെക്കനോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു വേഷത്തിലാണ് കേട്ടോ വരിക, ഈ ഒരു കോസ്റ്റ്യൂമിലാണ് വരിക.
അവർ കരാട്ടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരാറ് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യമേ ബെൽറ്റൊക്കെ ഊരി അവൻ എന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹൗസിലൊന്നും ഇല്ല കേട്ടോ, അവനില്ലാത്ത കാരണം ആദം ഒറ്റക്കാണ്. പിന്നെ എല്ലാ ബേബി എണീറ്റിട്ടുണ്ടെങ്കിൽ അവളും ആദമിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും പുറത്തൊക്കെ ഓടി വരും കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാ ബേബി ഉറങ്ങണം കേട്ടോ. അങ്ങനെ ഇത് ഞാനും റെഡിയായി, എൻ്റെ മക്കളും റെഡി ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബാബായ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. എവിടേക്കാന്നല്ലേ, ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, മക്കളെ രണ്ടുപേരും റെഡി ആക്കിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ട്. അപ്പോൾ മുഹമ്മദ് പറയുമ്പോഴേ നമ്മളെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോഴേ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഇപ്പോൾ പാടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനക്ക് അവിടെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ എല്ലാ ബേബി ഓടണി കാണുന്നു. അങ്ങനെ ഇതേ രണ്ടുപേരും ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന കളിയാണ് ഈ കാണുന്നത്. മണ്ണിൽ നിന്ന് കളിക്കുന്നതാണ്. ഷൂ നിറച്ചും കച്ചറാക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വട്ടേക്കാടിക്ക് എത്തിയപ്പോൾ ഈ മണ്ണിൽ തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.